ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ആകാശത്ത് ഒരു കൊച്ചു പക്ഷിയെപ്പോലെ വിമാനം പോകുന്നത് കണ്ടപ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ബാലന് സംശയം. അപ്പാ നോക്കൂ, എത്ര ഉയരത്തിലാണ് ഈ വിമാനം. അതിലേക്ക് കയറി ചെല്ലണമെങ്കിൽ എന്തുമാത്രം നീളമുള്ള ഗോവണി വേണ്ടിവരും. അവൻ്റെ നിഷ്കളങ്കമായ സംശയത്തിന് ഉത്തരമായി പിതാവ് പറഞ്ഞു, മോനെ, നമ്മൾ ആകാശത്തിലേക്ക് കയറി ചെല്ലേണ്ട കാര്യമില്ല. നമ്മളെ കയറ്റിക്കൊണ്ടു പോകാൻ വിമാനം താഴേക്ക് ഇറങ്ങി വരും. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദമാണ് ശൂന്യവൽക്കരണം. എല്ലാവരും സ്വയം വലിയവരെന്ന് നടിച്ച ലോകത്ത് മത്സരബുദ്ധിയേറിയപ്പോൾ സർവശക്തൻ സ്വയം ചെറുതായി മാതൃക കാട്ടി. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാനാണ്. മനുഷ്യനിൽ വന്ന പാപത്തെയും ശിഥിലമായി പോയ ദൈവരാജ്യത്തെയും തൻ്റെ വചനങ്ങളിലൂടെയും കർമ്മങ്ങളിലൂടെയും പുനഃസൃഷ്ടിച്ച് ദൈവിക ജീവൻ വീണ്ടെടുത്തു നൽകുകയായിരുന്നല്ലോ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ദൗത്യം. അത് സാധ്യമാകുവാൻ ദൈവം മനുഷ്യനോളം താഴേണ്ടിയിരുന്നു, സ്വയം ശൂന്യനാകേണ്ടിയിരുന്നു. മറ്റൊരാൾക്ക് മുൻപിൽ മനഃപൂർവ്വം ചെറുതാകാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന വികാരം നിർവ്യാജ സ്നേഹമാണ്. കൊച്ചു കുഞ്ഞിൻ്റെ പിടിവാശിക്ക് മുൻപിൽ മാതാപിതാക്കൾ പരാജയം സമ്മതിക്കാറില്ലേ? മക്കളുടെ കൂടെ ചില കളികളിൽ ഏർപ്പെടുമ്പോൾ ബോധപൂർവം തോറ്റുകൊടുക്കാറില്ലേ? തൻ്റെ വലിപ്പമറിയാവുന്ന ഒരാൾക്കു മാത്രമേ മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാകാൻ കഴിയൂ. ഒരു മതിൽ കയറാൻ രണ്ടുപേർ ശ്രമിക്കുന്നു എന്ന് കരുതുക. ഒരാൾ കുനിഞ്ഞു നിന്ന് മറ്റേയാളെ തൻ്റെ മുതുകിൽ ചവിട്ടിക്കയറാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട, അയാൾക്കാണ് കൂടുതൽ കരുത്തുള്ളത്. ജയിക്കാമായിരുന്നിട്ടും മറ്റൊരാളുടെ മുൻപിൽ തോറ്റുകൊടുക്കുന്നതും വിട്ടുവീഴ്ച ചെയ്യുന്നതും ബലഹീനതയുടെയല്ല, കരുത്തിൻ്റെ അടയാളമാണ്. ക്ഷമയെന്ന വാക്കിലൂടെ ആരെങ്കിലും ചെറുതാകാൻ തയ്യാറാകുന്നുവെങ്കിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. 2 കൊരിന്ത്യർ 12:9. എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.